ചേച്ചി, യുക്തിവാദിയായ അയ്യപ്പനെ തള്ളി പറഞ്ഞിരുന്ന പിണറായി സർക്കാർ ഇപ്പോ അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങുകയാണ്. അതോടൊപ്പം തന്നെ പരിഹാര ക്രിയകളൊക്കെ ചെയ്യുന്നു എന്ന വിമർശകര് പറയുന്നുണ്ട്. എന്താണ് സംഭവം? ശ്രീജിത, സംഭവം ഭയങ്കര കോമഡിയാണ്. നമ്മൾ ഓർക്കണം, കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളൊക്കെ വലിയ വായിൽ വിളിച്ചു കൂവിയിരുന്ന ഒരാളാണ് ഇന്ന് ഇങ്ങനെയുള്ള വിമർശനങ്ങൾക്ക് കേൾക്കുന്നത്. സംഭവം നമുക്കൊരു കഥ പോലെ ആദ്യം പറയാം. എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ നിന്നാണ്. അപ്പൊ തൊട്ടാണ് എല്ലാവരും നമ്മുടെ പിണറായിക്ക് അയ്യപ്പന്റെ ശാപം കിട്ടും, അയ്യൻ ഇതിനെല്ലാം പകരം ചോദിക്കുന്നൊക്കെ കേൾക്കുന്നു. അതിനൊക്കെ വേണ്ടിയുള്ള തത്രപ്പാടിലൊക്കെ സ്ത്രീകളെ എങ്ങനെയെങ്കിലും ഒന്നും കയറ്റണം എന്നുള്ള രീതിയിലൊക്കെ കഥ ഫ്രെയിം ചെയ്യാണ്. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് നമ്മുടെ പിണറായിക്ക് ഫുൾ കഷ്ടകാലമാണ് നടക്കുന്നത്. ആദ്യം മാസപ്പടി, സ്വർണ്ണക്കടത്ത്, അദ്ദേഹത്തിന്റെ മരുമകനായ റിയാസിന് ഒരുപാട് ചീത്തപ്പേരുകൾ കേൾക്കുന്നു. മകൾക്ക് മാസപ്പടിന്റെ നമ്മുടെ ഇഡിന്റെ അല്ല, നമ്മുടെ എന്തായിരുന്നു, നമ്മുടെ സ്വകാര്യ ഏജൻസിന്റെ നോട്ടീസ് കിട്ടുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ പിണറായിക്ക് ഒരുപാട് പഴികള്, ചെയ്തിരുന്ന കള്ളത്തരങ്ങളൊക്കെ കള്ളി വെളിച്ചത്തായി എന്ന് പറയുന്ന പോലെ എല്ലാം പുറത്താവുകയാണ്. അങ്ങനെയുള്ള ഫുൾ കഷ്ടകാലം ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും തുടർച്ചയായിട്ട് മാൻഡ്രൈക്ക് പരിവേഷം തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയിൽ പോയ അവിടെ ദുരന്തം, നമ്മുടെ കേരളത്തിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ഇവിടെ പ്രളയം, കൊറോണ മഹാമാരി, പിന്നെ 2 വട്ടം പ്രളയം വന്നു. അങ്ങനെ ഫുൾ കഷ്ടകാലമാണ് ഈ ഒരു 2 പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവിടെ സംഭവിച്ചിരുന്നത്. ഈ ഒരു കഷ്ടകാലം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് അമ്പലങ്ങളായ ഒരു അമ്പലങ്ങളില് സർക്കാർ ഇങ്ങനെ കയറി നടക്കുന്നത്. അതെ, അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ വിമർശകരൊക്കെ പറയുന്നത്. പല ന്യൂസ് ചാനലുകളിലൊക്കെ ഇതിനെക്കുറിച്ച് നമ്മുടെ ചർച്ചകളൊക്കെ കണ്ടിരുന്നു. എന്താണ് സംഭവം എന്നറിയില്ല. ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് തന്നെ എണ്ണി പറയാം. അപ്പോ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിച്ചപ്പോ പിണറായിക്ക് കഷ്ടകാലം എന്നൊക്കെ അറിഞ്ഞപ്പോ നമ്മുടെ കമലയിടത്തെയും വീണയും ആദ്യം നമ്മുടെ ശനീശ്വരനെ പോയി കാണുന്നു, ചില പ്രശ്നങ്ങളൊക്കെ വെക്കുന്നു, നമ്മുടെ ജ്യോതിശാസ്ത്രം പരിശോധിക്കുന്നു. പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പിണറായിക്കും റിയാസിനും അവരുടെ കുടുംബത്തിനും മൊത്തം സമയം ശരിയില്ല, എല്ലാം ഒന്ന് അഴിച്ചു പണിയണം, ദൈവങ്ങളെയൊക്കെ പോയി കാണണമെന്ന് ആരോ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ചെയ്തത് അദ്ദേഹത്തിന്റെ കറുപ്പ് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നു. അപ്പൊ കറുപ്പ് വസ്ത്രം ധരിക്കൽ നടക്കില്ല, അപ്പോ പച്ചയ്ക്കുള്ള വിളി കേൾക്കുമല്ലോ. അതുകൊണ്ട് കറുപ്പ് വസ്ത്രം മാറ്റി കറുത്ത വണ്ടിയാക്കി. അങ്ങനെ നമ്മുടെ വെള്ളക്കാറുകൾ മാറ്റി കറുത്ത കാറുകൾ വരികയാണ്. അങ്ങനെ കറുത്ത കാറുകളൊക്കെ ചെയ്തപ്പോ അതിനൊപ്പം തന്നെ കറുത്ത കാറുകൾ കൊണ്ടുവന്നപ്പോ പ്രശ്നം മാറുന്നു കരുതി, മാറുന്നില്ല. അപ്പൊ വീണ്ടും പ്രശ്നം വെക്കുകയാണ്. വീണ്ടും പ്രശ്നം വെച്ചപ്പോ അടുത്തത് പറയുന്നത് ഗോശാലകൾ കൊണ്ടുവരണം. ക്ലിഫ് ഹൗസിന് ഏതെങ്കിലും കന്നിമൂലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ വാസ്തുശാസ്ത്രമൊക്കെ നോക്കി ഒരു ഗോശാല പണിയണം. അത് ഒരു 1.5 ഗോശാല ആയിക്കോട്ടെ. ആ ഗോശാല പണിയാൻ വേണ്ടി അത് നമ്മുടെ ഖജനാവെന്നാണ് പൈസ പോകുന്നത്. അഴിമതി കാണിച്ച് നമ്മളെ ജനങ്ങളെ മുടിപ്പിച്ച് നമ്മുടെ പൈസ കട്ട പിണറായിക്ക് നമ്മുടെ അതേ പൈസ കൊണ്ട് നമ്മുടെ നികുതി കൊടുത്ത പണം കൊണ്ട് ഗോശാലയും പണിയണം. ഗോശാലയ്ക്ക് എത്രയോ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ആയി എന്നൊക്കെ നമ്മൾ ഈ അടുത്ത് കേട്ടിരുന്നു. കറക്റ്റ് കണക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അത് പറയുന്നില്ല. എന്തായാലും ഗോശാലേന്റെ കണക്ക് ഒരു വിവാദം തന്നെയായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ പശുവിനെ ദൈവത്തിന് തുല്യം കാണുന്നു, പശുവിനെ അറക്കരുത് എന്നുള്ളത് വിവാദമൊക്കെ ആക്കിയ നമ്മുടെ പിണറായി സർക്കാരാണ് ഇവിടെ ഗോശാല, നമ്മുടെ ഗോക്കളെ പൂജിക്കുന്നത്, ഗോക്കളുടെ കാല് തൊട്ട് വന്ദിക്കുന്നത്. അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല കേട്ടോ. എന്താ അറിയില്ല, അവർക്ക് ഇതൊന്നും വാർത്താ പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എന്തായാലും ഗോശാല പണിതതിന് ശേഷം നമ്മുടെ പിണറായിക്ക് എന്നിട്ടും കഷ്ടകാലം മാറിയില്ല. ചെയ്തു കൂട്ടിയ പാപങ്ങളിലൊക്കെ വീണ്ടും പകരം ചോദിക്കുകയാണെന്നുള്ള ആ ഒരു തോന്നല് വീണ്ടും അദ്ദേഹം പ്രശ്നം വെക്കുകയാണ്. വീണ്ടും പ്രശ്നം വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നത്തിൽ തെളിഞ്ഞത് നമ്മുടെ അയ്യപ്പന് ഒരു അയ്യപ്പ സേവാ സംഗമം, ഒരു മഹാസംഗമം തന്നെ കോടികളൊക്കെ മുടക്കി പൊടിയാക്കി അതൊക്കെ നടത്തട്ടെ എന്നുള്ള രീതിക്ക് അദ്ദേഹം അടുത്ത പ്രശ്ന പരിഹാരത്തിലേക്ക് കിടക്കുകയാണ്. സോറി, വിട്ടുപോയി. ഇതിന്റെ ഇടയ്ക്ക് വേറെ സംഭവം നടന്നിരുന്നു. നമ്മുടെ കമലയിടത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളായ വീണയും നമ്മുടെ തഞ്ചാവൂരിലെ ശനി ക്ഷേത്രം ഉണ്ടല്ലോ, നമ്മുടെ തഞ്ചാവൂരിലെ ശനി ക്ഷേത്രത്തില് ദർശനം നടത്തിയിരുന്നു. ആ ദർശനം നടത്തിയതും ഇവിടെ വലിയ വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തിയതാണ്. നമ്മുടെ പാർട്ടിയുടെ മഹാസംഗമം മധുരയിൽ നടക്കുന്ന സമയത്താണ് ഇവര് നൈസിൽ വണ്ടിയും വിളിച്ച് നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ നിന്ന് എന്തൊക്കെയോ പൂജയും വലിയ കർമ്മങ്ങളൊക്കെ നടത്തി തിരിച്ചു വന്നത്. അതും വിവാദമായതാണ്. എന്തായാലും എന്തോ ഒരു ശനിന്റെ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞ പോലെ പിണറായിക്ക് എന്തോ ശനിയുടെയോ കേതുവിന്റെയോ എന്തിന്റെയോ ഒരു പ്രശ്നമുണ്ട്. എനിക്ക്
ഈ ജ്യോതിശാസ്ത്രവും ഈ പ്രശ്നങ്ങളെ കുറിച്ചും വ്യക്തമായി അറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്നാലും പിണറായിക്ക് സമയം ശരിയല്ല എന്ന് അവിടെയും അക്കമിട്ട് നിർത്തുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് ഈ അയ്യപ്പ സേവാ സംഗമം, മഹാസംഗമം നടത്തിയത്. പക്ഷേ അതും എട്ടുനിലയിൽ പൊട്ടി. ഒരൊറ്റ വിശ്വാസി പോലും വന്നില്ല. അവിടെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ID കാർഡ് ഇട്ട, കേരള സർക്കാർ ID കാർഡ് ഇട്ട അവർ മാത്രമാണ് കാഴ്ചക്കാരായി ഉണ്ടായിരുന്നത്. അവരെന്തോ ഗോൾഡൻ സീറ്റോ പിന്നെ എന്തൊക്കെയോ റിസർവേഷനൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ആരും വന്നില്ല എന്ന് മാത്രമല്ല, വിശ്വാസികൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവർക്കറിയാം അയ്യപ്പന്റെ സ്വർണം കെട്ട, അയ്യപ്പന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത, അവിടെ സ്ത്രീകളെ കൊണ്ടുവരാൻ നോക്കിയ പിണറായി സർക്കാരിന്റെ ഒരിടവും ഇവിടെ നടക്കൂല. പിന്നെ ഈ അയ്യപ്പ സേവാ സംഗമം അത് ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞത്, നമ്മുടെ പ്രശ്നം വെച്ചപ്പോ കണ്ടത്, ഈ നമ്മുടെ സർക്കാർ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഈ സേവാ സംഗമത്തില് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് വീതിച്ചു കൊടുക്കാം, ആ പാപ പരിഹാരം, അങ്ങനെയാണ് ഈ പാപം മാറുക എന്നൊക്കെ കേട്ടിരുന്നു. അതായത് നമ്മുടെ പിണറായി ചെയ്ത പാപങ്ങളൊക്കെ നമ്മുടെ ഇവിടെ വന്നിരുന്ന് നമ്മുടെ വിശ്വാസികൾ വന്നു കഴിഞ്ഞാൽ ആ പാപം അവിടെ വീതിച്ചു കൊടുക്കപ്പെടും. അവിടെ പിന്നെ അന്നദാനം നടത്തിയാൽ ആ അന്നദാനത്തിലൂടെ ആ പാപം കഴുകി പോകുന്നൊക്കെയാണ് കേട്ടത്. എന്താണെന്ന് അറിയില്ല. എന്തായാലും ആ അയ്യപ്പ സേവാ സംഗമം അവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെ നമ്മുടെ സ്വർണ്ണക്കള്ളയും പുറത്തു വന്നു. ചെയ്ത എല്ലാ പാപങ്ങൾക്കും നമ്മുടെ അയ്യപ്പ സ്വാമിയോ ആരാ എന്നറിയില്ല, എന്തായാലും എല്ലാം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയും പൊളിഞ്ഞു വീണു. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പിണറായിക്ക് ഒന്നിനും ഒരു പരിഹാരവും കിട്ടുന്നില്ല. എല്ലാം ഇങ്ങനെ എണ്ണി എണ്ണി പകരം ചോദിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ആ കസേരയിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ചെയ്തു കൂട്ടിയതിനെല്ലാം മറുപടി ഇനിയും വരാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയില് ഒരുപാട് ഉന്നതര് അറസ്റ്റിലായി വരികയാണ്. ഇപ്പോ ലാസ്റ്റ് ആയിട്ട് പപ്പനായിരുന്നു അറസ്റ്റിലായത്. ഇനി അറസ്റ്റിലാവാൻ ആരാണ് സാധ്യതയുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ തീർച്ചയായും നമ്മുടെ ദേവസ്വത്തിനെ അടക്കി വാഴുന്ന വാസവനും അറസ്റ്റിലാവണം. അദ്ദേഹം ഇത് അർഹിക്കുന്നുണ്ടല്ലോ. കാരണം സർക്കാരാണ് ഇതെല്ലാം കൊണ്ട് നടക്കുന്നത്. നമ്മുടെ അയ്യപ്പനെ കാത്തു രക്ഷിച്ചോളാം, നമ്മുടെ ശബരിമലയെ കാത്തു സൂക്ഷിച്ചോളാം എന്നൊക്കെ നമുക്ക് ഉറപ്പ് നൽകിയ നമ്മുടെ ദേവസ്വം മന്ത്രി തീർച്ചയായും മനസ്സിലാവണം. അതുപോലെ തന്നെ തീർച്ചയായും മറ്റൊരു ചോദ്യമില്ല, സ്വർണ്ണ കൊതിയനായ നമ്മുടെ മുഖ്യമന്ത്രിയും ഇവിടെ അറസ്റ്റിലാവേണ്ടത് തന്നെയാണ്. അവരൊക്കെ ഈ ഒരു ജയിൽവാസത്തിന് അർഹരാണ്. നമ്മുടെ സ്വർണ്ണക്കടത്തിൽ അദ്ദേഹം തെളിയിച്ചതാണ് അദ്ദേഹം ഒരു സ്വർണ്ണ കൊതിയനാണ് എന്ന്. പിന്നെ നമ്മുടെ ഖജനാവിലെ പണങ്ങളെല്ലാം പിന്നെ പല വഴിക്ക് ദൂർത്തടിച്ച് പോകുമ്പോഴും അദ്ദേഹം ഒരു പണക്കൊതിയനാണ് എന്നും തെളിയിച്ചതാണ്. മാസപ്പടി വിവാദത്തിലും അദ്ദേഹം തെളിയിച്ചതാണ് അദ്ദേഹം ഒരു പണക്കൊതിയൻ തന്നെയാണ് എന്ന്. നമ്മുടെ ജനങ്ങളെ നന്നാക്കാനുള്ള കൊതിയല്ല, അദ്ദേഹത്തിന്റെ കുടുംബം നന്നാക്കാനുള്ള കൊതിയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അദ്ദേഹം ഒരു സ്വർണ്ണക്കൊതിയനാണ്, പണക്കൊതിയനാണ്, അഴിമതി കൊതിയനാണ് എന്നെല്ലാം തെളിയിക്കുന്നുണ്ട്. ഇതിന് നമ്മുടെ സംസ്ഥാന പോലീസിനൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. അതായത് പോലീസ് അവരുടെ കയ്യിൽ തന്നെയാണല്ലോ. ഇനിയിപ്പോ നമ്മുടെ വല്ല കേന്ദ്ര ഏജൻസിക്കും എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ അത് വലിയൊരു ഉപകാരമായേനെ. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പാപപരിഹാരം ഈ പ്രശ്നപരിഹാരത്തിലൂടെ എന്തായാലും അദ്ദേഹത്തിന്റെ പാപങ്ങളൊന്നും കഴുകിക്കളയാൻ ആവില്ല എന്നുള്ളത് ഉറപ്പാണ്. അത്രത്തോളം പാപങ്ങൾ അദ്ദേഹം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിനൊക്കെ ദൈവം ചോദിക്കും, അയ്യപ്പൻ തന്നെ പണി കൊടുക്കും. ഇതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണും. എന്തായാലും നമുക്ക് മറ്റൊരു വിഷയമായി വരാം. നന്ദി.